ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാന് സ്വർഗത്തിലെ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഹല്ലേലൂയ. നാട്ടിൽ രാവിലെ ആയിരിക്കുന്നു. ഓരോ ദിവസവും കർത്താവിന്റെ കൃപ നമ്മളെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയും കർത്താവ് നമ്മെ പരിപാലിച്ചു, സൂക്ഷിച്ചു. ആമേൻ. എത്ര വിടുതലുകൾ നമ്മൾ അനുഭവിച്ചു. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾ, പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ കർത്താവ് തന്ന മറുപടി ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ആമേൻ. എണ്ണി പറയത്തക്കവണ്ണം ഈ വർഷം മുഴുവനും കർത്താവ് അത്ര അത്ഭുതകരമായ ഓരോരോ വിടുതലുകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നോർത്ത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഞങ്ങൾക്ക് ആയിരിക്കാന് നിന്റെ കുഞ്ഞുങ്ങളാന്ന് ഞങ്ങൾക്ക് കർത്താവ് വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കൺമീന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെ ആകുന്നു. മക്കളെങ്കിലും അവകാശികളാണല്ലോ കർത്താവെ. നിന്റെ സന്നിധി ഞങ്ങൾക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ഹല്ലേലൂയ. നാളോട് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് വാക്ക് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഭാരവും പാപവും എല്ലാം വിട്ട് അമ്മേൻ ഓട്ടം സ്ഥിരതയോടെ ഓടുവാനുള്ള ദൈവകൃപ ഓരോരുത്തരുടെ മേലും പകർന്ന് കർത്താവേ, ഈ രാത്രിയിലും ഈ പകൽക്കാലവും ഞങ്ങൾക്ക് ഓരോ ദിവസവും നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം കർത്താവേ. സാംസൺ പറയുന്നത് പോലെ ഞാൻ ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം വചനത്തിൽ കൂടി ദൈവം ഞങ്ങളോട് ഇടപെടണമേ കർത്താവേ. ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. ഓരോ വാക്കുകളും കർത്താവേ നിന്റെ വാക്കുകളായി ഹല്ലേലൂയ നിന്റെ ശബ്ദമായി മുഴങ്ങുവാൻ കർത്താവ് ഇടയാക്കേണ്. ഞങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ഹല്ലേലൂയ റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവേ. നീ തന്ന വചനം ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരികയില്ലല്ലോ കർത്താവേ. സ്വർഗത്തിലെ ദൈവം യേശുവിന്റെ നാമത്തിലെ എല്ലാ പോരുകളെ ഞങ്ങൾ ശാസിക്കുകയാണ്. എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളെയും ദുഷ്ടന്റെ സകല പ്ലാനുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ജയമുള്ളതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരങ്ങളെ കർത്താവേ സ്തോത്രം, സ്തോത്രം. ആമേൻ. നിന്റെ ആലയമാണല്ലോ കർത്താവ്. ഈ ആലയം ഓരോരുത്തരുടെ ശരീരങ്ങളെ, മനസ്സിനെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിന്നെ ദൈവം ഞങ്ങളോട് സംസാരിക്കണമേ. നന്ദിയപ്പാ, നന്ദിയപ്പാ, നന്ദിയപ്പാ. വി താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം വി പ്രേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ഇന്ന് വചനത്തിന് വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാവുന്നത് ആമേൻ. സ്തോത്രം. ദൈവം നമ്മുടെ ഹൃദയത്തോട് ഇടപെടുവാൻ നമ്മുടെ പ്രാർത്ഥനയോട് നമുക്ക് ആയിരിക്കാം. വചനം കേൾക്കുക മാത്രമല്ല, നമ്മൾ റിസീവ് ചെയ്യുമ്പോഴാണ് അത് വിടുതൽ നടക്കുന്നത്. സ്തോത്രം. അതിന്റെ ദൈവപ്രവൃത്തി കാണുന്നത്. അതുകൊണ്ട് എബ്രായ ലേഖനം 10 അധ്യായത്തിന്റെ എബ്രായ ലേഖനം ആദ്യം നമ്മൾ 2 വാക്യം വായിക്കണം. ആദ്യം 3 അധ്യായത്തിലെ സ്തോത്രം അതിന്റെ 14 വാക്യം. 14. ഓക്കെ, അത് തന്നെ വായിച്ചു. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൻ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ആമേൻ. സ്തോത്രം. അതുപോലെ എബ്രായ ലേഖനം 10 അധ്യായത്തിന്റെ 38 വാക്യം. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനം ഈ 3 അധ്യായം എബ്രായ ലേഖനം 3 അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ അവിടെ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ ജനത്തിനെ കാണിച്ചുകൊണ്ടാണ് എബ്രായ ലേഖകൻ പറയുന്നത്. ഇസ്രായേൽ ജനം they went through unbelief. അവര് 400 വർഷം അവർ അടിമത്തത്തിലായിരുന്നു. ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു, നമുക്കറിയാം. എന്നാൽ അവരെ ഇറക്കി തിരിച്ചു. 40 yearsോളം അവര് മരുഭൂമിയിൽ കറങ്ങി 40 years അവർ നടന്നു. അവർക്കൊരു വാഗ്ദത്തം കിട്ടിയിട്ടാ അവർ ഇറങ്ങിയത് അല്ലേ. അവരോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കനാനിൽ എത്തിക്കുമെന്നുള്ള വാഗ്ദത്തം പറഞ്ഞ് അവരിറങ്ങിയത്. എന്നാൽ നമ്മൾ കാണുന്നു അവർ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. ആമേൻ. സ്തോത്രം. മിക്കപേരും ആ മരുഭൂമിയിൽ തന്നെ
പട്ടുവീണു, അവർ പട്ടുപോയി. സ്തോത്രം. വളരെ ചുരുക്കം, ആദ്യം ഇറങ്ങിയിൽ നിന്ന് എത്ര പേരാ? വളരെ ചുരുക്കം ആൾക്കാർ, 2 പേര് മാത്രമാ ആ വാഗ്ദത്ത കനാലിലേക്ക് എത്തിയത്. മരുഭൂമിയിൽ ജനിച്ച ആ അടുത്ത ജനറേഷൻ എത്തി, എന്നാൽ ആദ്യം ഇറങ്ങിയവരിൽ വാഗ്ദത്തം കിട്ടിയവരാ. പക്ഷേ ഹല്ലേലൂയ, വളരെ ചുരുക്കം മാത്രം ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കാൻ ഒത്തുള്ളൂ. എന്നാൽ ഈ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ നമ്മളിപ്പം വായിച്ചത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിലോ എന്റെ ഉള്ളിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. അപ്പം ദൈവം നമുക്ക് വലിയൊരു കാഴ്ചപ്പാടും, ദൈവം നമ്മളെയും ഒരു വലിയ സ്തോത്രം, ഒരു വാഗ്ദത്തം തന്നാ ദൈവം നമ്മെ ഇറക്കിയത്. വലിയ വിളിയോടെ, വലിയ ശ്രേഷ്ഠമായ വിളി, ഉന്നത വിളിയോ തന്ന് നമ്മളെ ഇറക്കിയിരിക്കുക. ഹല്ലേലൂയ. എന്നാലേ നമ്മൾ എത്തിച്ചേരേണ്ട വാഗ്ദത്ത കനാൻ, ഹല്ലേലൂയ, നമ്മെ എത്തിക്കാമെന്നുള്ള വാഗ്ദത്തം തന്നെ. നോട്ട് ഓൺലി ഇവിടുത്തെ വാഗ്ദത്തങ്ങൾ തന്നെയല്ല, എന്നാൽ ഉയരത്തിലെ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നമുക്ക് തന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മളെ വചനം എപ്പോഴും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. സ്തോത്രം. എങ്ങനെ, എവിടെയെല്ലാം നമുക്ക് ക്രമപ്പെടാനുണ്ട്. നമ്മളെല്ലാവരും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് രക്ഷ എന്തുവാ പറയുന്നത്, രക്ഷ പൂർണ്ണമാണെന്നല്ല, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, രക്ഷ മാറത്തില്ലയോ, എന്തുവാ മലയാളത്തിൽ പറയുന്നത്, രക്ഷ നഷ്ടപ്പെടുമോ, അല്ലേ? നമ്മൾ പറയുന്നത് നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊരു വലിയൊരു ചോദ്യമാണ്. ഒരു കൂട്ടർ പറയും ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് ഒരിക്കലും രക്ഷ നഷ്ടപ്പെടത്തില്ല. അത് ശരി. പിന്നെ ഒരു കൂട്ടർ പറയും, അല്ല, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാപം ചെയ്യുമ്പോഴേ നമ്മുടെ എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല, ഒരു ചെറിയ കൂട്ടം മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? ആ രക്ഷിക്കപ്പെട്ട ജനമെല്ലാം സ്വർഗത്തിൽ പോകുമോ? നാം ഒരിക്കൽ സമർപ്പിച്ചവരാണ്, നാം രക്ഷിക്കപ്പെട്ടവരാണ്, കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരാണ്. എന്നാൽ എല്ലാവരും വാഗ്ദത്തം പ്രാപിക്കുമോ, അല്ലേ? അപ്പം ഇവിടെ വായിക്കുന്ന ഈ 3-ാം അധ്യായത്തിൽ വായിക്കുന്ന എന്തുവാ? എല്ലാവരും എത്തിയില്ല. ചിലരെ ആ വാക്യമുണ്ടോ സിസ്റ്റർ അതിനകത്ത്? 3-ാം അധ്യായത്തിന്റെ they were not able to enter എന്ന്, അല്ലെ? അവസാനത്തെ വാക്യമാ. സോ, അല്ലെ മലയാളത്തില്? ഇന്ന് നിങ്ങൾ 19, 3:19. 19. ഇത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. സ്തോത്രം. അപ്പൊ വാഗ്ദത്തം കിട്ടിയ ജനമാണ്, എന്നാലും അവർക്ക് വാഗ്ദത്തിൽ ബോർഡർ വരെ വന്നു, എന്നാൽ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പം അവിടെ ഒരു ദേവദാസനെ ഇവിടെ ഇട്ടിട്ടുണ്ട്, അവർക്ക് അവിശ്വാസം മൂലം അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല, അല്ലേ? സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തില് ഇതിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അപ്പം നമുക്ക് എല്ലാവരും രക്ഷിക്കപ്പെട്ടവരെ, യേശുവിനെ സ്വീകരിച്ചവരാ. ദൈവം ഒരിക്കലും നമ്മുടെ രക്ഷ എടുത്തു കളയത്തില്ല. വൺസ് വി ആർ സേവ്ഡ് ഈസ് ഓൾവേസ് സേവ്ഡ്. നമ്മള് രക്ഷിക്കപ്പെട്ട ജനം തന്നെയാ. പക്ഷെ എന്താണ് പറ്റുന്നത്? പലപ്പോഴും ഒഴുകി പോകാനുള്ള വഴികളുണ്ട്. പലപ്പോഴും അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരും. ദുഷ്ടഹൃദയം നമ്മളിൽ കടന്നു വരും. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാനുള്ള അവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പം ഒന്ന് നോക്കിക്കേ, എബ്രായ ലേഖനം 2:1 ഒന്ന് വായിക്കുന്ന ഇങ്ങനെ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയുന്നത്, ദൈവമക്കളാന്ന് നമ്മളോട് പറയാം. നമ്മൾ വചനമൊക്കെ കേൾക്കുന്നവരാ, പക്ഷെ പലപ്പോഴും വചനം ഒഴുകിപ്പോയി എന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ കേട്ടത് സ്ഥിരതയോടെ നിൽക്കാതെ വണ്ണം, ഹല്ലേലൂയ, ഒഴുകി പോകാതിരിക്കാൻ ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അപ്പൊ ദൈവ സാൽവേഷൻ നമ്മളിൽ നിന്ന് എടുത്തു കളയത്തില്ല. രക്ഷിക്കപ്പെട്ട ജനത്തിന് ഒരിക്കലും ദൈവം ആ രക്ഷ തിരിച്ചെടുക്കത്തില്ല. കാരണം കുഞ്ഞാടിന്റെ രക്തം, വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുക്കുക, നമുക്ക് രക്ഷ ദാനമായി തന്നതാ. അതൊരിക്കലും തിരിച്ചെടുക്കത്തില്ല. എന്നാൽ നമ്മൾ കെയർഫുൾ ആകേണ്ട കാര്യങ്ങളാ. നമുക്ക് കൃപ നഷ്ടപ്പെടാൻ, നമ്മുടെ രക്ഷ നഷ്ടപ്പെടാൻ, വാഗ്ദത്തങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാതിരിക്കാനുള്ള ചില സാഹചര്യങ്ങൾ, അല്ലെ? ഒന്നാമത്തെ, ഡ്രിഫ്റ്റ് അവേ, ദേ വിൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. കേട്ട വചനം നമുക്ക് വിശ്വാസമായി പരിണമിക്കാതെ അത് നമ്മൾ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതുപോലെ 3:6 ഒന്ന് വായിച്ച്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ക്രിസ്തുവോ
അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. ആ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. അപ്പൊ നാം അവന്റെ ഭവനം. എന്ത് ഭവനം എന്ന് പറഞ്ഞാല് ഇവിടെ പറയുന്ന ഭവനം ചമയ്ക്കുന്ന ഭവനം എന്ന് പറയുന്നത് ദൈവമക്കൾ ദൈവത്തിന്റെ ഭവനമാണ് അല്ലെ. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. നാം ആ ദൈവത്തിന്റെ ഭവനം അല്ലെ. അപ്പം ക്രിസ്തു ആ ഭവനത്തിന് അധികാരി. ഐ മീൻ നമ്മളെ അപ്പം അതുപോലെ ഇവിടെ പറയുന്നുണ്ട് മോശ ഭവനത്തിൽ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്ന പോലെ പോലെ തന്നെ നിയമിച്ചാക്കിയവനെ വിശ്വസ്തനാകുന്നു. അപ്പം ആര് നമ്മളെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഭവനമാണ് അല്ലെ. നമ്മളെ നിയമിച്ചാക്കിയവനാരാ? യേശു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മളെ ദൈവത്തിന്റെ ഭവനം. മോശ ഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്ന പോലെ യേശു തന്നെ നിയമിച്ചാക്കിയ ദൈവജനത്തിന്റെ മേൽ വിശ്വസ്തനായിരുന്നു. ഇവിടെ ഈ ലേഖകൻ പ്രത്യേകം പറയുന്നത് എന്തുവാ? ഹി വാസ് ഗ്രേറ്റർ ദാൻ മോസസ്. മോശസ് സെർവന്റ് ആയിരുന്നല്ലേ, എന്നാൽ യേശു എന്ന് പറയുന്ന സെർവന്റ് അല്ല, ഹീസ് ഓഫ് ഗാഡ്, പുത്രൻ അല്ലെ. അതെ. അപ്പം നമ്മൾ ആസ് ലോങ് ആസ് വി ആർ ആ ദൈവസനിൽ നിൽക്കുന്നിടത്തോളം, ഇവിടെ വായിച്ച ടു ദ കോൺഫിഡൻസ്, അവസാനം ആ വാക്യം 6-ാം അധ്യായം വായിച്ച അവസാനം വരെയും നമ്മുടെ ധൈര്യം മുറുകെ പിടിക്കണം അല്ലേ. നമ്മുടെ ധൈര്യവും വിശ്വാസവും നമ്മൾ മുറുകെ പിടിക്കണം. അപ്പം ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവിടെ നമ്മൾ ഭവനമായിട്ട് നിൽക്കണം. നിൽക്കണമെങ്കിൽ അവസാനം വരെ നിൽക്കുവാൻ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വാഗ്ദത്തത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 3:14 നമ്മളിപ്പോ വായിച്ചു സിസ്റ്റർ. ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിന്റെ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അപ്പൊ ക്രിസ്തുവിന്റെ പങ്കാളിത്തം, വി ആർ പാർട്ടേക്കേഴ്സ് ആകുന്ന എങ്ങനെയാ? അവസാനം വരെയും കർത്താവിന്റെ സന്നിധി നിൽക്കണം. അതുപോലെ 6:11 മുതൽ 12 വരെ അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ബാക്കിയും കൂടെ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ. യെസ്. അപ്പൊ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം കടന്നുകൂടാനുള്ള വഴിയുണ്ട്. അപ്പം സാൽവേഷൻ നമ്മൾ പറയും, ഒരിക്കലും ദൈവം സാൽവേഷൻ തിരിച്ചെടുക്കത്തില്ല, അത് ശരി തന്നെ. എന്നാൽ ദൈവമക്കൾ, ദൈവജനം എന്ന് പറയുന്ന ദൈവമക്കൾ എപ്പോഴും സൂക്ഷ്മതയോടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പം അവസാനം വരെ നമ്മളോടുള്ള വാഗ്ദത്തം ദൈവം നമ്മളെ എത്തിക്കണമെന്നാണ് ദൈവത്തിന്റെ പർപ്പസ്. ദൈവത്തിന്റെ ഉദ്ദേശം ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. എന്നാൽ ഇത് ഈ ലേഖകൻ, ഈ എബ്രായ ലേഖകൻ നമ്മളെ ഓർപ്പിച്ചു ഉണർത്തുന്നതാണ്. നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മളെ തെറ്റി മാറിപ്പോകാതിരിക്കാൻ, വഴുതി പോകാതിരിക്കാൻ, ഡ്രിഫ്റ്റ് വേ ചെയ്യാതിരിക്കാൻ ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാരണങ്ങൾ എന്താ? ഒന്നാമത് പറയുന്നത് പല കാരണങ്ങളുണ്ട്. നമ്മൾ കർത്താവിൽ നിന്ന് തെറ്റിപ്പോകാൻ വഴിയുള്ള കാരണങ്ങൾ അല്ലേ. എന്നാൽ ഹല്ലേലൂയ, ചില കാരണങ്ങൾ മാത്രം നമ്മൾ നോക്കുമ്പോഴേ സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം, അത് 7-ാമത്തെ വാക്യം 7-8 അല്ലേ. ടുഡേ ഇഫ് യു ഹിയർ യുവർ വോയിസ് അല്ലേ. ഇന്ന് ദൈവശബ്ദം കേൾക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തെ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ആമേൻ, സ്തോത്രം. അപ്പൊ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് നമ്മുടെ ഹൃദയം കഠിനമാക്കുന്നത്? ദൈവജനത്തിന്റെ ഹൃദയം എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് എന്തോ? വി ഷുഡ് ഹാവ് എ സോഫ്റ്റ് ഹാർട്ട്, റിസീവ് ചെയ്യുന്ന ഹാർട്ട്, മെൽറ്റ് ആകുന്ന ഹാർട്ട്. ഏതാ ദൈവജനം? പലപ്പോഴും നമുക്കറിയാം, ഈ നെഹമായ ഒരു ദൈവശബ്ദം കേൾക്കുമ്പോൾ നെഹമായ ചോദിക്കുന്നുണ്ട്, ഇസ്രായേൽ യെരൂശലേമിലെ ദൈവജനത്തിന്റെ സ്ഥിതിയൊക്കെ എങ്ങനെ ആയിരിക്കുന്നു? അപ്പം കേട്ടപ്പം പറഞ്ഞു, മതിലുകളെല്ലാം തീ വെച്ച് ചുട്ടിരിക്കുന്നു. അവർ എന്നോട് പ്രവാസത്തിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ എന്താ നെഹമായ ചെയ്തത്? അവൻ കരഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത്രയും കാര്യങ്ങളാ
സ്തോത്രം, ഒരു സോഫ്റ്റ് ഹാർട്ട്, നമ്മുടെ ഹൃദയം കഠിനപ്പെടാത്ത ഹൃദയം, ഒരു ദൂത് കേൾക്കുമ്പോൾ, ഒരു വചനം, ഒരു പ്രയാസം, ദൈവമക്കൾക്കുള്ള പ്രയാസം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും ഒരു സോഫ്റ്റ് ഹാർട്ട് ആകുവാണ്, അല്ലേ? കാരണം അവർ ദുഃഖിച്ചു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കരഞ്ഞു. ഇന്ന് നമ്മൾ നോക്കിക്കുക, എന്തെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ ഓരോ സഭകളിലും നടക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടാൽ, ഈവൻ ലീഡർഷിപ്പിൽ കൂടി അത് നമ്മൾ ഷെയർ ചെയ്ത് അങ്ങ് പബ്ലിസിറ്റി ചെയ്യാനല്ല വേണ്ടത്. നമ്മുടെ ഹൃദയം എത്രമാത്രം കർത്താവിന്റെ സന്നിധി കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. ദൈവമക്കളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ പേര് പറഞ്ഞ്, ദൈവത്തിന്റെ ഉന്നത ഒളിയാൽ വിളിച്ച ദൈവമക്കളാ. ഇന്നും ഓരോ അവരവരുടെ പവർ സ്ട്രഗിളിനും, അവരവരുടെ സ്വന്തം ശക്തി കാണിക്കാനും, അല്ലെ കവറ്റസ്നെസ്, എന്ന് പറഞ്ഞ മോഹം, മറ്റുള്ളവരുടെ കാര്യങ്ങളെ മോഹിച്ച്, സ്ഥാനങ്ങളെ, മാനങ്ങളെ ഒക്കെ മോഹിച്ച് നമ്മുടെ ദൈവകൃപ പോലും നഷ്ടപ്പെടുത്തി കളയുന്ന എത്ര കഷ്ടമെന്ന് നമ്മൾ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ ദുഃഖിക്കണം. ഏത് സഭയായിക്കൊള്ളട്ടെ, എവിടെയും ആയിക്കൊള്ളട്ടെ, ഇന്ന് ഓരോ ഈ ലോക്കൽ സഭകളിൽ നടക്കുന്ന എങ്ങനെയെങ്കിലും സ്തോത്രം, എങ്ങനെയെങ്കിലും അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം കാര്യത്തിനു വേണ്ടി, അവരുടെ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ദൈവസഭയുടെ ശ്രദ്ധ, ദൈവസഭയ്ക്ക് വേണ്ടി ഏതാണ് ദൈവസഭയ്ക്ക് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കാതെ പലപ്പോഴും ഹല്ലേലൂയ റോങ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതുകൊണ്ട് ദൈവസഭയിലെ ദൈവജനം അനേക കുഞ്ഞുങ്ങൾ നോക്കി, എത്രയോ കുഞ്ഞുങ്ങളാണ് സഭകളിൽ നിന്ന് മാറിപ്പോകുന്നത്. നമ്മൾ മാതൃകയില്ലാത്ത നമ്മുടെ ജീവിതം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പോലും സഭകളിൽ അവർക്ക് വരാൻ ഒന്നില്ല. എല്ലാം ഉണ്ട്, പ്രാർത്ഥന, ഉപവാസമുണ്ട്, കണ്ടാല് എല്ലാ ചടങ്ങായിട്ട് എല്ലാ സഭകളിലുണ്ട്. എന്നാൽ യഥാർത്ഥമായി ആ ദൈവ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയും ഇന്ന് നമുക്ക് കാണാൻ ഒക്കുന്നുണ്ടോ? അതോ കൂടുതൽ പൊസിഷനും കൂടുതൽ ട്രഡീഷനും ഒക്കെ ആയിട്ട് മാറിപ്പോവുകയാണോ? നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു? ദൈവസന്നിധിയിൽ ഒരു വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്ന അവസ്ഥകളുണ്ടോ? നമ്മൾ നോക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 6:51 വാക്യം ഒന്ന് വായിക്കാം. 6-ാം അധ്യായം 51 വാക്യം, മാർക്കോസിന്റെ സുവിശേഷം 6:51. 6:51. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി, കാറ്റമർന്നു. അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. അടുത്തത് 52. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അവിടെ ഹൃദയം കടുത്തിരിക്കുക. എന്തുകൊണ്ടാ? they are facing a storm. വലിയ കാറ്റും, വലിയ സ്റ്റോം, വലിയ കാറ്റ് ജീസസ് അതിനെ അടിക്കുകയാണ്, അല്ലേ? അവരുടെ പടകിൽ, അവരുടെ ബോട്ടിൽ. 47 വാക്യം വായിക്കുന്നത്, ലേറ്റർ ദാറ്റ് നൈറ്റ് the boat was in the middle of the lake. ആ തടാകത്തിന് നടുവിലായിരിക്കുമ്പോൾ വൈകുന്നേരമായപ്പോൾ പടക കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. അപ്പൊ അവിടെ വായിക്കുന്നത് ഇങ്ങനെ ആ സ്റ്റോമും ഒക്കെ വന്നപ്പോഴേ ഇവരുടെ ഫോക്കസ് എല്ലാം എന്തുവാ? അന്ന് നടക്കുന്ന സ്റ്റോം, അല്ലേ എന്ന് പറയുന്നേ, ആ കൊടുങ്കാറ്റും ആ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വന്നപ്പോഴേ അവരുടെ ഹൃദയം അങ്ങ് കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ കാര്യം, ദൈവം ചെയ്ത നന്മകൾ അവർ മറന്നുപോയി, അല്ലേ? ദൈവം കഴിഞ്ഞ കാലങ്ങളിലെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങിയത്. പക്ഷെ പെട്ടെന്നൊരു സംഭവം വന്നപ്പോൾ, പെട്ടെന്നൊരു പ്രതികൂലം വന്നപ്പോൾ, പെട്ടെന്നൊരു അവസ്ഥ വന്നപ്പോൾ നന്മകളെല്ലാം മറന്നുപോയി. പലപ്പോഴും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെ വലുതാക്കി കഠിനപ്പെട്ടു പോകാറുണ്ടോ? ഇന്ന് രാത്രി കാലം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. കർത്താവ് എത്ര പലപ്പോഴും പിശാച് നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്ന അവസ്ഥകൾ വരും. കൊച്ചു ഒരു ചെറിയ വിഷയമാണ്, അല്ലെങ്കിൽ മറ്റത് നന്മകളെ എല്ലാം മറക്കുക. നമ്മുടെ ദൈവം ആരെന്നും, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമെന്നും, അവനെ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നും ഹല്ലേലൂയ നമുക്കറിയാം. എന്നാൽ പലപ്പോഴും ആ നന്മകളെ മറന്ന് ഹല്ലേലൂയ വിഷയങ്ങളുടെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നുവെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയാം, കർത്താവേ ഹല്ലേലൂയ, എന്റെ ഹൃദയം പലപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പലപ്പോഴും മനുഷ്യർ നമ്മളോട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ
ശത്രുവായ്മ നമ്മളെ ക്ഷീണിപ്പിക്കാൻ നോക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്നു നമുക്ക് തോന്നുമ്പോൾ, ദൈവത്തിന്റെ സമയം എന്ത് വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തനെന്ന് വിശ്വസിക്കാൻ കഴിയാതെ കൊണ്ട് നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാറില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കും, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകരുത്. ഇസ്രായേൽ മക്കൾ അവർക്ക് എല്ലാ നന്മകളും 40 വർഷം അവർ നടക്കുമ്പോൾ നമുക്കറിയാം, ചെങ്കടലിന്റെ മുമ്പിൽ വന്നു, അത് രണ്ടായി അവർക്ക് വേണ്ടി പിരിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. യെരിഹോ മതിൽ അവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ നിന്ന് വലിയ മതില് അവർക്ക് ഒരിക്കലും പ്രവേശിക്കാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ചു. എന്നാൽ അതിലൊക്കെ ദൈവം വിടുതൽ കൊടുത്തു. പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, തീക്കൽ പാറയിൽ നിന്ന് ദാഹിച്ചിരിക്കുന്നിടത്ത് ജലം കൊടുത്തു, അതുപോലെ മന്ന കൊടുത്തു, എല്ലാം പുഷ്ടി. നടക്കുമ്പോഴും ഓരോ കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ഹൃദയം പെറുപെറുത്തു പോവുക. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിഷയത്തിൽ കിട്ടിയില്ലെങ്കിൽ ഭവനത്തിൽ ചിലപ്പം പറയും, കുഞ്ഞുങ്ങൾ വന്ന് പറയും, മമ്മി എന്തുകൊണ്ട് ഇത് നടന്നില്ല, പ്രാർത്ഥിക്കുന്നില്ലേ, എന്തുകൊണ്ട് ഇന്ന സംഭവം, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. നമ്മുടെ ഹൃദയം അപ്പോൾ പകച്ചു നിൽക്കുവാനും പരിഭവപ്പെടുവാനും അല്ല. പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, മോനെ ഇറ്റ്സ് ഓക്കെ, കർത്താവിനെല്ലാം അറിയാം, എല്ലാം ദൈവം തക്ക സമയത്ത് ചെയ്യും. നമ്മുടെ നോട്ടം കർത്താവിൽ മാത്രം. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയും, therefore holy brothers and sisters, വിശുദ്ധന്മാരെ, നമ്മളോട് സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ആമേൻ, സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചു നോക്കുവാൻ, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ, നമുക്ക് പറയുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ദൈവം അവനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മനുഷ്യരൊക്കെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു തന്നിരിക്കും. നമുക്ക് നോക്കുവാൻ ഹല്ലേലൂയ, ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. മനുഷ്യരൊക്കെ ഒരു ദിവസം പറയുന്ന ആലോചനയല്ല, പിറ്റേ ദിവസം അവരുടെ അഭിപ്രായങ്ങളൊക്കെ മാറി മറിഞ്ഞു വരിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതൽ ഒരു നാളും ലജ്ജിച്ചു പോകില്ല. അവന്റെ മുഖത്തേക്ക് നോക്കിയ ഓരോ നാളും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഹൃദയം കഠിനപ്പെടാതെ കർത്താവിന്റെ സന്നിധി നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവ പൈതലിനെ പറ്റി അത് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിലുള്ള ആശ്രയം കുറഞ്ഞു പോകരുത്. എങ്ങനെയാ ഒരു കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ദൈവമക്കൾ ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം. പ്രശ്നങ്ങൾ, സ്റ്റോംസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ ആരും അതിന് ഇമ്മ്യൂൺ അല്ല. ഹല്ലേലൂയ. അതൊക്കെ വന്നാലും കർത്താവേ, നീ എൻ്റെ ദൈവമാണ്, എന്തെല്ലാം വന്നാലും ഞാൻ നിന്റെ പിന്നാലെ. നമ്മുടെ ഹൃദയം പരിഭവപ്പെടാനോ, നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകാനോ, മടുത്തു പോകാനോ, ഹാർഡാകുവാൻ ഇടയാകരുതേ. കർത്താവിന്റെ സന്നിധിയിലെ ഹല്ലേലൂയ നമ്മൾ ഒഴുകിപ്പോവാൻ, കെട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ദൈവം ഇടയാക്കട്ടെ. 2-ാമത്തെ കാര്യം അൺബിലീഫ്, അല്ലേ? അൺബിലീഫ്, അത് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. 2-ാമത്തെ വാക്യം, ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കാണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. ആമേൻ. നമ്മൾ നോക്കുമ്പോൾ ഈ ഇസ്രായേൽ ജനത്തെ തന്നെ നമ്മൾ നോക്കുമ്പോൾ, അവരോട് വാഗ്ദത്തം പറഞ്ഞു, അവരിറങ്ങി വാഗ്ദത്തം കെട്ട് ഇറങ്ങിയവരാ. അവർക്കറിയാം ദൈവം പറഞ്ഞ വാഗ്ദത്തമാ. എന്നാൽ ഹല്ലേലൂയ, പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമുക്കറിയാം അവർ ഓൾമോസ്റ്റ് നിയർ ടു ദ ബോർഡർ. വാഗ്ദത്ത കനാന്റെ കാദേശ് ബർണ, ആ വാഗ്ദത്ത കനാന്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മോശ 12 പേരെ തെരഞ്ഞെടുത്ത് അയക്കുക. നിങ്ങൾ പോയി ദേശം ഒറ്റ നോക്കണം. വാഗ്ദത്ത ദേശത്തിലേക്ക് എത്താൻ സമയമായി, ഒറ്റ നോക്കണം. 10 പേര്, നമുക്കറിയാം 12 പേരിൽ 10 പേര് വരുന്ന റിപ്പോർട്ടും 2 പേരുടെ റിപ്പോർട്ടും 2 ഡിഫറെന്റാ. ആ 10 പേരും വന്ന് പറഞ്ഞ എന്തുവാ, നമുക്കളെ കൊണ്ട് ഒരിക്കലും അത് സാധിക്കത്തില്ല. എന്നാൽ വാഗ്ദത്തം ഉണ്ട്, നീ വാഗ്ദത്ത കനാലിൽ എത്തുവെന്ന്. പക്ഷെ എത്തുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ നോക്കുമ്പോൾ അവിടുത്തെ ചുറ്റുപാട്, അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അവരെ വലിയ ഭയാനക ജയൻസ് ഇൻ ദ വേൾഡ്, അല്ലേ? ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. ആമേൻ. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് അങ്ങനെ ആയി പോകുന്നില്ലേ, നമുക്ക് തോന്നി പോകുന്നില്ലേ, ഹല്ലേലൂയ എന്നെ കൊണ്ട് നടക്കത്തില്ല, ഇതെങ്ങനെ സംഭവിക്കും, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഇതെങ്ങനെ നടക്കാനാ,
ചിന്തയിൽ തികച്ചും അസാധ്യമെന്ന് നമുക്ക് തോന്നിയാലും ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് സാധിപ്പിച്ചു തരും. ദൈവം അത് നമുക്ക് വേണ്ടി നടത്തി തരും. ദൈവമക്കളെ, നമ്മുടെ ഹൃദയം. എന്നാൽ രണ്ടുപേരെന്തുവാ അവർ വന്ന് പറഞ്ഞത് എന്തുവാ? അവർ ഇവരുടെ കൂട്ടുള്ളവരാ അല്ലെ? കേലേബൻ, ജോഷുവ. അവര് പറയുന്നു ദേശം ഉറ്റുനോക്കിയവരിൽ നൂന്റെ മകൻ യോശുവയും യെഫുനയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞ എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്കത് തരും. നമുക്കറിയാം. എന്നാൽ ഈ 2 പേർക്കുണ്ടല്ലോ, ഈ 12 പേര് 2 പേർക്ക് ഇങ്ങനെ അറിയാമെങ്കിൽ അവർ പറഞ്ഞു, അവർ ഈ 10 പേരോടും പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നമ്മൾക്ക് ദൈവം തന്ന ആലോചനയൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞെന്നിരിക്കുകയില്ല. അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ദൈവം തന്ന ആലോചന ഓരോ ദിവസവും കർത്താവേ ഹല്ലേലൂയ തരുന്ന ആലോചന നമ്മൾ ഷെയർ ചെയ്യുക. പിന്നെ അവർക്ക് എന്തുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞ? അവർക്ക് അവിശ്വാസം നിമിത്തം ഇവർ ഓൾറെഡി മനസ്സിൽ തീരുമാനിച്ചിരിക്കുക. എന്തോ തീരുമാനിച്ചിരിക്കുന്നേ? നമ്മളെ കൊണ്ട് നടക്കത്തില്ല. ദൈവം വാഗ്ദത്തം പറഞ്ഞ അവിടുത്തെ സിറ്റുവേഷൻ അവർക്ക് വലുതായിട്ട് കാണുന്നത്. ഇന്ന് പലരോടും നമ്മൾ ആലോചന പറയുമ്പോൾ അല്ലെ സ്തോത്രം, നമ്മൾ ദൈവവചനം ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് പറയുന്നത്, ഞാൻ പണ്ടേ പറഞ്ഞല്ലേ നടക്കത്തില്ലത്. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിശ്വാസം നിമിത്തം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അത് ഞാൻ പറയും, നമ്മൾ ദൈവമക്കൾക്കൊക്കെ ഡൗട്ട് അല്ലെ സംശയങ്ങൾ ഇടയ്ക്ക് വരും. അതല്ല ഞാൻ പറയുന്നത്. രണ്ടും രണ്ടാണ്. അവിശ്വാസം എന്ന് പറയുന്നത് അവർ ഓൾറെഡി മനസ്സിൽ തീരുമാനിച്ചിരിക്കുക. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവമക്കൾ പലപ്പോഴും കർത്താവേ ഹല്ലേലൂയ ഇന്ന വിഷയത്തിൽ ഭാരപ്പെടുന്നു, സംശയങ്ങൾ വന്നെന്നിരിക്കും. എന്നാൽ ദൈവത്തോട് ഓടി വന്ന് ഹല്ലേലൂയ നമ്മുടെ ഹൃദയം തുറന്ന് കർത്താവിനോട് പറയുമ്പോൾ, കർത്താവേ നീ എന്നോട് ഈ വിഷയത്തിന്മേൽ സംസാരിക്കണമേ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ദൈവമക്കൾ വചനം ഒന്ന് തുറക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടും. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ഓടി ഏത് സമയത്തും കൃപാസനത്തോട് അടുത്ത് വരുവാൻ ദൈവം നമുക്ക് വേണ്ടി കൃപാസനം തുറന്നിരിക്കുക. ഹല്ലേലൂയ. ദൈവമക്കൾ ക്ഷീണിച്ചു പോകുവാനല്ല. സംശയങ്ങള്, ഭാരങ്ങള്, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ചിലരിൽ കൂടൊക്കെ ദൈവം നമ്മോട് ഇടപെടും. ചിലപ്പോൾ വചനത്തിൽ കൂടി ദൈവം നമ്മോട് ഇടപെടും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം ഉണ്ടാകാതെ ഹല്ലേലൂയ മുന്നേറുവാൻ ദൈവജനത്തെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് ഒഴുക്കിനെതിരെ ഉള്ള ഒരു ഓട്ടമാണ് അല്ലേ? എല്ലാവരും പോകുന്ന പോലെ നമ്മൾ പോകാനുള്ളവരല്ല. നമുക്ക് ഒഴുക്കിനെതിരായിട്ടുള്ള എന്ന് പറഞ്ഞ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ അത് കേട്ട് അല്ലെ മനുഷ്യർ ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അത് കേട്ട് നമ്മൾ അവരോട് കൊത്തു പോവാനല്ല. ഈ 2 പേര് നിന്നതുപോലെ ഒഴുക്കിനെതിരെ പ്രശ്നങ്ങളുടെ മധ്യത്തില് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും, ചില വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും, പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു നിന്നിരിക്കും. എന്നാൽ ജനം ഹല്ലേലൂയ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. കർത്താവിന് എന്നെ പറ്റി എന്താണ് ആഗ്രഹിക്കുന്നത്? സാധാരണ പോലെ അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചതാ. എല്ലാവരും പോകുന്ന പോലെ പോകേണ്ടവരാണ് നമ്മൾ. ദൈവജനം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ എങ്ങനെ നമ്മളെ അവിശ്വാസം എങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ ബലപ്പെടാൻ നോക്കും? കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരും. നമ്മളൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തില് ശിഷ്യന്മാർ ഒരു ചോദ്യം വന്ന് പ്രൈവറ്റ്ലി യേശുവിനോട് ചോദിക്കുന്നുണ്ട്. യേശുവേ, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആ പൈതലിനെ രക്ഷപ്പെടുത്ത ഒരു ബാല്യക്കാരൻ ഭൂതഗ്രസ്തൻ അവനെ രക്ഷപ്പെടുത്താൻ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ന് ചോദിച്ചു. 17-19 അപ്പൊ എന്തുകൊണ്ട്? അപ്പൊ ഇന്നും പല ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ ദൈവത്തോടൊന്ന് ചോദിക്കുക, കർത്താവ് എന്താണ് ഈ വിഷയത്തിന്മേൽ ഡിലേ ആകുന്നത്? എന്താണ് ഈ വിഷയത്തിൽ എനിക്ക് മറുപടി കിട്ടാത്ത? ദൈവത്തോട് നമ്മൾ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമുക്ക് മറുപടി തരും. കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ ദൈവത്തിന് സ്പെഷ്യലായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ വിഷയത്തിന്മേലും പേഴ്സണലായിട്ട് ഇടപെടുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. പേഴ്സണലായിട്ട് ദൈവം നമ്മോട് സംസാരിക്കും. ഇവർ ചോദിക്കുക, ഈ വിഷയത്തിൽ പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നാൽ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല?
അവിടെ എന്തുവാ യേശു മറുപടി പറയുന്നത്? എന്തുവാ? അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അല്പവിശ്വാസം, അൺബിലീഫ് എന്ന ഒരിടത്ത് പറയുന്നത്. ബിക്കോസ് ഓഫ് യുവർ അൺബിലീഫ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം. പിന്നെ പറയുന്നത് എന്തുവാ? പിന്നെ വായിക്കാൻ, കടുകുമണിയോടും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. ഹല്ലേലൂയ. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അപ്പം വിശ്വാസം, അൺബിലീഫ്, അതുപോലെ തന്നെ പ്രാർത്ഥനയാലും ഉപവാസത്താലും, ദൈവ പൈതലെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ, ഉപവസിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം ഈ ജാതി, ഏത് ജാതിയാ ഈ ജാതി മാറിപ്പോകില്ല. ഏത് ജാതി നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, ഈ നമുക്ക് ജോവേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നോക്കിക്കേ. ഏത് ജാതിയെ പറ്റിയാ പറയുന്നത്? ഏത് ജാതി മാറിപ്പോകാത്തത്? ആമേൻ, സ്തോത്രം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മാറിപ്പോകുകയില്ല. അതിന്റെ 4 മുതൽ 3 ജോവേൽ 1-ാം അധ്യായത്തിന്റെ 4 ഒന്ന് വായിച്ച്, 4-ഉം 6-ഉം. തുള്ളൻ ശേഷിപ്പിച്ചതായി വെട്ടിക്കളി തിന്നു, വെട്ടിക്കളി ശേഷിപ്പിച്ചതായി വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചതായി പച്ചപ്പുഴു തിന്നു. ആമേൻ, സ്തോത്രം. അപ്പം ഒന്നിനു പുറമെ ഒരു ലോക്കസ്റ്റ് തിന്നത് ശേഷിപ്പിച്ചത് വേറൊന്ന് വന്നല്ലോ. അത് കണ്ടാൽ അതൊക്കെ ചെറിയ സാധനമാണെന്ന് തോന്നും, പക്ഷേ അത് തിന്നുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ, നന്മകളെ, ആമേൻ, സ്തോത്രം, ഓരോന്നോരോന്നായി തിന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാ ഈ ജാതി. നോക്കി, 6-ാമത്തെ വാക്യം. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി ദേശത്തിന്റെ നേരെ വന്നിരിക്കുന്നു. അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ലോക്കസ്റ്റ്, അത് വെട്ടിക്കളി, അല്ലെന്തോന്ന് പറയുന്നത്, കൊച്ചു പച്ചപ്പുഴുവാന്ന് തോന്നും അല്ലേ? ഈ കണ്ട വലുതായിട്ട്, എന്നാൽ ഇതെന്തോ ശക്തി ഉള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി. അത് കൊച്ചതെന്നും തോന്നിയാലും അതിന്റെ പല്ലെങ്ങനാ? അതിന്റെ പല്ല് അല്ലെ? അതെ, അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല്. സ്തോത്രം. അപ്പം സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. അപ്പം ഈ ജാതിയാണ് ദൈവജനത്തെ, ഹല്ലേലൂയ, ഈ ദുഷ്ടജാതി, ആമീൻ, സ്തോത്രം, പലപ്പോഴും ദൈവ മക്കളെ പോലും ആമീൻ കവർന്നു തിന്ന നന്മകളെ, ആമീൻ, ഒരു നന്മ ഒന്നിനു പുറകെ ഒന്നായിട്ട് പല വിഷയത്തിലും ശത്രുവായൻ പലപ്പോഴും കടന്നു വരുമ്പോൾ യോവേൽ പ്രവചനത്തിൽ പറയും, നമ്മൾ എന്തോ ചെയ്യണമെന്നാ പറയുന്നേ? ഒരു ഉപവാസം വിളിച്ചു കൂട്ടുകയും, ആമേൻ, സ്തോത്രം, റെന്റ് യുവർ ഹാർട്ട്, 2-ാം അധ്യായത്തിന്റെ 12-ൽ പറയുന്നേ, റിട്ടേൺ ടു മീ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. ഉപവാസം ഒരു ട്രഡീഷനായി മാറിപ്പോകരുത്. ഉപവാസത്തിന് ഈ നാളുകളിൽ പലപ്പോഴും അതിനെ ഡിസ്മിസ് ചെയ്യുന്ന അനുഭവമുണ്ട്. അതൊന്നും ഒരു കാര്യമില്ല, ഉപവസിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥന മതി, അല്ലെ? ഉപവാസം കൊണ്ട് നമുക്ക് ഞാൻ ദേവദാസന്മാർ തന്നെ പറയുന്നത്, നമുക്ക് ദൈവത്തെ ഒന്നും, ദൈവം ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ഫോർ എവർ. അതുകൊണ്ട് ഉപവസിച്ചത് കൊണ്ട് ഒന്നും നേടാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല. ദൈവം ഇങ്ങനെയൊക്കെ പല പഠിപ്പീരും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ വചനത്തിൽ എവിടെയെല്ലാം ദൈവജനം ഉപവസിച്ചോ അവിടെയെല്ലാം ദൈവ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. യോനായിലെ ബുക്കിൽ നമ്മൾ കാണുന്നു, നിനവയുടെ നാശത്തിന് വേണ്ടി പറയുമ്പോൾ, പ്രവാചകൻ പറയുമ്പോൾ, ആ ജനം രട്ടിലും മിണ്ണിലും അവര് കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിച്ചു. ആ ദേശം മുഴുവനും, അല്ലെ? ദേശം പോലും ദൈവം അനുദപിച്ചെന്നാ കാണുന്നത്, അല്ലേ? ദൈവജനത്തിന്റെ കരച്ചിലിന്റെ മുമ്പ് അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് താൻ അരുൾ ചെയ്ത അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. ആമേൻ. അപ്പൊ ദൈവം അനുദപിക്കുന്ന ദൈവമാണ്. എപ്പോഴാണ്? ദൈവജനം താഴ്മയോടെ കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിക്കുന്ന ജനം, കണ്ണുനീരോടെ, വിലാപത്തോടെ, ഉപവാസത്തോടെ, കരച്ചിലോടെ കർത്താവിന്റെ സന്നിധി കടന്നു വരുമ്പോൾ ദൈവജനത്തിനു വേണ്ടി ആമേൻ വരാനിരിക്കുന്ന അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കും. വരാനിരിക്കുന്ന ദുഷ്ടന്റെ കയ്യിൽ നിന്നും ആമേൻ ഉപവാസത്തിൽ നാം ശക്തി സംഭരിക്കുകയാണ്. ഉപവാസത്തിൽ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഉപവാസത്തിൽ പിശാചിന്റെ ശക്തികൾ മാറിപ്പോവുകയാണ്. എത്രയെത്ര ദൈവ പ്രവർത്തികൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം, എൻ്റെ ജീവിതത്തിലെ അനുഭവം. എൻ്റെ മമ്മി
ഹല്ലേലൂയ വളരെ പ്രാർത്ഥിക്കുന്ന മമ്മിയായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം സമുദായത്തിൽ നിന്ന് വന്നവരാ. അപ്പൊ എൻ്റെ ഫാദറ് ഡയബറ്റീസ് ഉള്ളതാ. ഡയബറ്റീസ് വന്ന് ഒന്നാമത്തെ കാല് ഒരു വിരൽ മുറിച്ച് കളഞ്ഞു. കാരണം ഗാംഗ്രീൻ ആയിപ്പോയി, കറുത്ത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഒരു വിരൽ മുറിച്ചു. അടുത്ത വിരൽ പിന്നെ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അടുത്ത വിരലിലും മറ്റേ കാലും മുറിക്കത്തക്കവണ്ണം അത് മുഴുവനും ബ്ലൂ ആയി കറുത്ത് അത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിരിക്കുക അടുത്ത സർജറിക്ക് വേണ്ടി. എൻ്റെ മദർ പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ദൈവസേന ഉപവസിച്ച് 21 ദിവസം ദൈവസേന ഇരുന്ന് അമ്മ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്ന് പുഷ്പഗിരി അഡ്മിറ്റ് ചെയ്തിരിക്കുക എൻ്റെ ഫാദറിനെ. പുഷ്പഗിരി ഫാദറിനെ ടേക്ക് കെയർ ചെയ്യുകയും ദൈവസേനയിലെ 21 ഡേയ്സ് ഉപവസിക്കാൻ തീരുമാനിച്ചു. കർത്താവേ, ഇത് ഞാൻ സമ്മതിക്കത്തില്ല. അന്ന് രാത്രി ഞാൻ പറയട്ടെ, അത്ഭുതമാ നടന്ന് 21ാമത്തെ ദിവസം എൻ്റെ ഫാദറിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. കാല് പൂർണ്ണ സൗഖ്യം. എങ്ങനെ ഈ ഗാംഗ്രീൻ ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂവിനെ, ഹല്ലേലൂയ, അതാ ഇല്ലാത്തതിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം അല്ലേ, മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. മരിച്ച ശരീരത്തെ അല്ലെ, ആ ശരീരത്തിന്റെ ആ സെൽസിലെ ബ്ലഡ് ഓട്ടമില്ലാത്തതിനെ മുറിച്ചു കളയണമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത ആ സംഭവം 21ാമത്തെ ദിവസം പൂർണ്ണ സൗഖ്യത്തോടെ അത് കഴിഞ്ഞ് ഈ അമേരിക്കയിൽ വന്ന് ഞങ്ങളോട് വിസിറ്റ് ചെയ്തു. മരിക്കുന്നവരെയും ആ കാലിന് പിന്നെ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഞാൻ പറയാം, ദൈവം എത്ര ഉപവാസത്തിന് വിടുതലുണ്ട്. ഉപവാസത്തിൽ ദൈവപ്രവൃത്തി കാണും. കാരണം നാം ദിവസേന ഹൃദയ നുറുക്കത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം അനുദപിക്കും. ദൈവം നമ്മുടെ വിഷയങ്ങളുടെ മേൽ സംഭവിക്കാനുള്ള എല്ലാറ്റിനും വിടുവിക്കേണ്ടതിനെ കർത്താവിന് സരി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ വിഷയത്തിന്മേൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്നും എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ. പക്ഷെ എൻ്റെ മമ്മി എന്തോ ചെയ്യുന്നറിയാം, അന്ന് ഹോസ്പിറ്റലിൽ ഫാദറിനെ ടേക്ക് കെയർ ചെയ്യുമ്പം പ്രത്യേകിച്ച് അവിടെ പ്രാർത്ഥനയോ ഒന്നും നടക്കത്തില്ല. പക്ഷെ അടുത്തൊരു TPM ഹോളുണ്ട്. ആ പുഷ്പഗിരിയിൽ അമ്മ ഓടി ഇടയ്ക്കിടയ്ക്ക് ആ TPM പോയി അവർ പറയുന്ന പ്രസംഗവും അവർ പറയുന്ന പാട്ടും ഒക്കെ കേട്ട് ആരും അറിയാതെ എൻ്റെ മമ്മി TPM ഒന്നുമല്ല, പക്ഷെ എന്നെ ആരും അറിയണ്ട, എനിക്ക് ദൈവശബ്ദം കേൾക്കണം. ആ കൊതിയോടെ അതിൻ്റെ പുറകെ പോയിരുന്ന് ദൈവശബ്ദം കേൾക്കുമ്പോൾ അങ്ങനെയാണ് ധൈര്യപ്പെട്ട് 21 ഡേയ്സ് ഇരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൈതലെ നമ്മെ അറിയുന്ന ദൈവം. ചിലപ്പോൾ 12 ഡേ രക്തസ്രാവ സ്ത്രീ 12 വർഷമായിട്ട് അവൾ പറയുന്നു, എനിക്കൊന്നും ആരും എന്നെ അറിയണ്ട, ആരും എന്നെ കാണണ്ട, എൻ്റെ പ്രശ്നങ്ങൾ ആരോടും എനിക്ക് പറയാൻ പറ്റത്തില്ല, എന്നാൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൾ പറഞ്ഞു, യേശുവിൻ്റെ തങ്ങളിൽ എനിക്കൊന്ന് തൊട്ടാൽ മതി, ഹല്ലേലൂയ, എനിക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകരുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. എത്ര അനുഭവങ്ങളുണ്ട് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലേ? പേഴ്സണലായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ഇന്നും ആ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. പക്ഷെ നമ്മുടെ ആശ്രയം ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്, നമ്മുടെ നോട്ടം ദൈവത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഹോസ്പിറ്റലിൽ പോയെന്നിരിക്കാം, എന്നാൽ നമ്മുടെ ആശ്രയം എൻ്റെ ദൈവത്തിൽ മാത്രമാണെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ അൺബിലീഫ് ഉണ്ടാകരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യോവേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ആമേൻ, കരുതലോട് ഉപവാസത്തോട് നമ്മൾ മടങ്ങി വരിക. എന്നിട്ട് 14ാമത്തെ വാക്യം, കർത്താവ് എന്തോ ചെയ്യും? നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് തനിക്ക് ബോധനയാകവും പാനീയയാകവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കയില്ലയോ ആർക്കറിയാം. അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? ദൈവം അനുദപിക്കും. ഒരു അനർത്ഥം വരാവുന്ന സന്ദർഭമായിരുന്നു. എന്നാൽ ദൈവ പൈതലിന്റെ ഉപവാസത്തിലും കരച്ചിലും ദൈവം അനുദപിച്ച് വ്യത്യാസങ്ങൾ വരുത്തും. ഹല്ലേലൂയ. അതിന്റെ 25ാമത്തെ വാക്യം വായിക്കുന്ന അത് ആരൊക്കെ? 17ാമത്തെ വാക്യം വായിക്കുന്ന, ലെറ്റ് ദ പ്രീസ്റ്റ് മിനിസ്റ്റർ, എല്ലാവരും അല്ലേ കർത്താവിന്റെ സന്നിധിയിൽ വരണം. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ മറുപടി, ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ. സ്തോത്രം. അതെ, ഞാൻ പെട്ടെന്ന് താങ്ക് യു സോ മച്ച്, ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകാം. 25ാമത്തെ വാക്യം ഒന്ന് വായിച്ചു സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ സൈന്യമായ വെട്ടിക്കിളിയും വിട്ടിനും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ആമേൻ. അപ്പൊ നമ്മൾ ഈ ലോക്കസ്റ്റും വെട്ടുക്കിളി ഇതെല്ലാം തിന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഒന്ന് തുള്ളൻ ശേഷിപ്പിച്ച് വേറൊന്ന് തിന്നും, വെട്ടുക്കിളി തിന്നും, ഇങ്ങനെ ഓരോരോരായി ദൈവമക്കള് ഫേസ് ചെയ്യുന്ന ചലഞ്ചുകളെ
ലൈറ്റായിട്ട് എടുക്കാനല്ല, അത് ഡിസ്മിസ് ചെയ്യാനല്ല. ദൈവമക്കൾക്ക് ഒരു അധികാരം തന്നിട്ടുണ്ട്. ഈ ദിവസങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിക്കുമെങ്കിൽ ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എന്നിട്ട് 28ാമത്തെ വാക്യം എന്തുവാ? അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. Yes, God is able to turn our mourning into dancing. അല്ലേ? വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. സോറോ ദുഃഖത്തെ സന്തോഷമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഐ ക്യാൻ ട്രേഡ് ഇൻ മൈ സോറോ. ഹല്ലേലൂയ. എന്റെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമക്കൾ ഡിക്ലെയർ ചെയ്യണം, എന്റെ ദൈവത്തിന് കഴിയും, എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് ഞാൻ കാണുന്നത് അവൻ പ്രത്യാശയുടെ വഴിയല്ലായിരിക്കും, എന്നാൽ എനിക്കറിയാം എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. വാഗ്ദത്തം ചെയ്തവൻ ഹല്ലേലൂയ വിശ്വസ്തൻ. അപ്പോൾ അൺബിലീഫ് നമ്മളിൽ ഉണ്ടാകാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ ജാതി, ഈ നശിപ്പിക്കുന്ന ജാതി, കുടുംബത്തെ നശിപ്പിക്കുന്ന ജാതി, സഭയെ നശിപ്പിക്കുന്ന ജാതി, ഹല്ലേലൂയ, സ്കാറ്റർ ചെയ്യുവാൻ ദുഷ്ടന്റെ പ്ലാൻ എപ്പോഴും ചിതറിപ്പിക്കണമെന്ന, ഈവൻ കുടുംബങ്ങളിൽ പോലും സമാധാനം എടുത്തു കളയത്തക്കവണ്ണം അവരെ ചിതറിപ്പിച്ച് റിലേഷൻഷിപ്പ് തമ്മിൽ ബന്ധങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ശത്രുവിന്റെ വലിയ പ്രവൃത്തികൾ നമ്മൾ കാണുന്നുണ്ട്. പല കുടുംബങ്ങളിലെ, പല സഭകളിലെ യൂണിറ്റി ഇല്ലാതെ ഡിവിഷൻ ഉണ്ടാക്കി ശത്രു വളരെ ശക്തിയോടെ ഈ ദിവസങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവജനം നമ്മുടെ കണ്ണുകളെ തുറന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയില് ഹല്ലേലൂയ കർത്താവിൽ ആശ്രയിക്കുമെങ്കിൽ, പ്രാർത്ഥിക്കുമെങ്കിൽ, വിഷയത്തിനു വേണ്ടി ഇടുവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവജനം അധികാരം ഏറ്റെടുത്ത് ഹല്ലേലൂയ നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഹല്ലേലൂയ. നാം തോറ്റു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ജയിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. കാരണം നമ്മുടെ രാജാവ് നമുക്കറിയാം. ഹല്ലേലൂയ. മോശ അമാലേക്യൻ യുദ്ധമുണ്ടായപ്പോൾ മോശ കൈ ഉയർത്തി. ഹല്ലേലൂയ. മോശയുടെ കൈ ഉയർന്നിരുന്നിടത്തോളം ഇസ്രായേൽ ജയിക്കും. ദൈവജനമേ, നമ്മുടെ ഉത്തരവാദിത്വം ഹല്ലേലൂയ മാറി കുറച്ചു കളയുവാനല്ല നമ്മളെ ഏൽപ്പിച്ചത്. ഒരു ഭവനത്തിൽ ചിലപ്പോൾ ഒരാളായിരിക്കും, അവർ ഒരാളായിരിക്കും. എന്നാൽ ഹല്ലേലൂയ പലരും സ്തോത്രം ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ, വാക്കുകൾ പറഞ്ഞു തന്നിരിക്കും. എന്നാൽ ഹല്ലേലൂയ നിന്റെ മേലും എൻ്റെ മേലും പകർന്ന അഭിഷേകം, അധികാരം ഈ നാളുകളിൽ എക്സസൈസ് ചെയ്യുവാൻ, ഹല്ലേലൂയ പ്രാർത്ഥനയാകുന്ന കരം ഉയർന്നിരിക്കുവാൻ, ഉപവാസം എന്ന കരം ഉയർന്നിരിക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം ഈ നാളുകളിലെ ദൈവസേനയിൽ നിൽക്കുമെങ്കിൽ അവിശ്വാസമെല്ലാം ഓടി മറയും, പിശാചിന്റെ ശക്തികളെല്ലാം ഓടി മറയും, ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. മൂന്നാമതായിട്ട് വായിക്കുന്നത് we are coming back to എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് 13ാമത്തെ വാക്യം, 3:13. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് ദൈവം ഇതിലെ. അന്യോന്യം എന്ന എങ്ങനെയാ? ഡെയിലി അല്ലേ സിസ്റ്ററെ? ഹല്ലേലൂയ. നാളുതോറും നാം പ്രബോധിപ്പിക്കുന്നവരായിരിക്കണം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുമ്പോഴാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനോ ദൈവസേന ഇരുന്നില്ലെങ്കിൽ നമുക്ക് വചനം കിട്ടത്തില്ല അല്ലേ? എന്നാൽ നമ്മൾ ദൈവസേന ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. ആ വചനം നമ്മൾ വായിക്കണം. ദൈവം നമ്മോട് ഇടപെട്ടിട്ട് നമ്മൾ എന്തോ ചെയ്യുന്നത്? ആ വചനം നമുക്ക് കിട്ടിയാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കും, ആരോട് ഷെയർ ചെയ്യത്തില്ല അല്ലേ? നമ്മൾ പറയും നമുക്ക് കട്ടി നമ്മൾ സാറ്റിസ്ഫൈഡ്. അങ്ങനല്ല. കാരണം ഇവിടെ പറയുന്നത് എൻകറേജ് വൺ അനദർ ഡെയിലി അല്ലെ? എന്തിനു വേണ്ടിയാ? അല്ലെങ്കിൽ എന്തോ സംഭവിക്കുന്ന സിസ്റ്റർ, സോ ദാറ്റ് നൺ ഓഫ് യു മേ ബി ഹാർഡൻഡ്. പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ട. പാപത്തിന്റെ ചതി അല്ലെങ്കിൽ ഹൃദയം കഠിനപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവം തരുന്ന വചനം ഭവനത്തിലാണെങ്കിൽ ഭവനത്തിലെ ഒരു സഹോദരിയെ വിളിച്ച് ഷെയർ ചെയ്യാനാണെങ്കിൽ അങ്ങനെ അനേകരും നമ്മുടെ ചുറ്റുപാടിലെ ക്ഷീണിച്ചിരിക്കുന്നവരും തളർന്നിരിക്കുന്നവരും ഹല്ലേലൂയ സ്തോത്രം ഹൃദയം കഠിനപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ദൈവം തന്ന ആലോചന ദൈവജനം ഷെയർ ചെയ്യണം. ഹല്ലേലൂയ. ശരിയാടി, അങ്ങനെ നല്ല ഐഡിയ. അങ്ങനെ ഇവർ ചെയ്യുന്നേ. ഹലോ, പ്രൈസ് ദി ലോർഡ്. Yeah, there is something happened. കേൾക്കത്തില്ല എന്നെ?
അല്ല, കേൾക്കാം. ഇടയ്ക്കൊന്ന് ഇത് ആയിപ്പോയെന്നേ ഉള്ളൂ. ഓക്കെ പ്രൈസ് ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവം തരുന്ന ആലോചന നാം ഷെയർ ചെയ്യണം. നാം ഒതുക്കി നമുക്ക് മൂടി വെക്കാനല്ല. ഹല്ലേലൂയ. ഔട്ട് ഓഫ് ദ ബെല്ലി എന്തുവാ? വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി, അല്ലെ? അവിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. നമ്മുടെ ഒരു വാക്കായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുന്നത്. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും, അല്ലെ മറ്റുള്ളവർ ഭവനത്തിൽ ക്ഷീണിച്ചിരിക്കുക. നമ്മുടെ ഒരു വാക്ക് ദൈവം തരുന്ന ആലോചന. ദൈവ പൈതൽ ഓർക്കണം, ദൈവസ്ഥനിൽ നിന്ന് പ്രാപിച്ചത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുകയും ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക. അപ്പൊ ദൈവം തരുന്ന ആലോചന നാം മൂടി വെക്കരുത്, മറച്ചു വെക്കരുത്. ദൈവം നമ്മെ വിളിച്ചത് അതിന് വലിയ പ്രവാചകന്മാരാകണമെന്നില്ല, വലിയ പ്രസംഗകരാകണമെന്നില്ല. ദൈവം തരുന്ന ദൈവ പൈതൽ ആര് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ, ദൈവത്തിന് പേഴ്സണലായിട്ട് ദൈവം അവരോട് ഇടപെടും. യെരമ്യാവ് പറയുന്നുണ്ട്, നിന്റെ വചനം എന്തുവാ? എന്റെ ഉള്ളിൽ എന്തോ തീ പോല, അല്ലേ? ഞാനത് അടക്കി വെച്ചാൽ അതെനിക്ക് അസ്ഥികൾക്ക് എന്തുവാ എന്റെ അസ്ഥികൾക്ക് അവനെ ഓർക്കയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ലെന്ന് പറഞ്ഞാലോ അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്നു, എനിക്ക് വഹിയാതെയായി. ഓക്കെ, താങ്ക് യു. ദൈവത്തിന്റെ പൈതലിന്റെ മേൽ നമ്മുടെ ജീവനും മരണവും എന്തോ നമ്മുടെ നാവിന്മേല. നമ്മുടെ വാക്കുകള് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ വചനം ഡിക്ലെയർ ചെയ്യുന്നത് എല്ലാം ഹല്ലേലൂയ നമ്മുടെ വാക്കിന്മേൽ നെഗറ്റീവ് വിളിച്ച് പറയുവാനല്ല. നെഗറ്റീവ് സിറ്റുവേഷൻ ആയിരിക്കും, എന്നാൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ഈ ദൈവദാസൻ ഇന്നും ഞാൻ ഓർക്കുക, ദൈവദാസന് ജോൺ ഐസക് പാസ്റ്റർ ഏതെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ വന്ന് പറഞ്ഞു, എനിക്ക് ഇന്ന കാര്യം, എനിക്ക് ജോലിയില്ല, അല്ലെ എനിക്ക് ഇന്നത് നഷ്ടപ്പെട്ടു, എന്ത് പറഞ്ഞാലും ദൈവദാസൻ എപ്പോഴും പറയും, ദൈവം എല്ലാം കരുതിക്കൊള്ളും, ദൈവം എല്ലാം നടത്തിക്കൊള്ളും. ഒരു നല്ല റിപ്പോർട്ട് അല്ലാതെ വായിന്ന് വരത്തില്ല, അല്ലേ? അല്ലെങ്കിൽ ദൈവജനം വിശ്വാസം, നമ്മൾ വചനത്തിൽ നിൽക്കുന്ന ദൈവത്തോട് പറ്റിയിരിക്കുന്ന നമുക്ക് നെഗറ്റീവ് അല്ല നമ്മുടെ വായിൽ വരുന്നത്. എപ്പോഴും എൻ്റെ ദൈവം ഇനി പ്രവർത്തിക്കും, എൻ്റെ ദൈവം എൻ്റെ ദൈവം ക്ഷീണിപ്പിക്കുക അല്ല. സേറ അവൾ വാഗ്ദത്തം പ്രാപിച്ചപ്പോൾ, അല്ലെ, എൻ്റെ സാറ അവൾ ദൂരവേ വാഗ്ദത്തം പ്രാപിച്ച് ദൂരവേ അനുഭവങ്ങൾ കണ്ടുകൊണ്ട് അവൾ എന്നെ വിളിച്ചത്, എന്നോട് പറഞ്ഞ വാഗ്ദത്തം ചെയ്തതിന് വിശ്വസ്തനെന്ന് അവൻ എണ്ണി, അല്ലേ? അതുകൊണ്ട് പുത്രോത്പാദനത്തിന് ശക്തി ഇല്ല എങ്കിലും തക്ക സമയത്തെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് അവൾ എണ്ണി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഹല്ലേലൂയ സ്തോത്രം, എത്ര പ്രയാസമുള്ള വിഷയമാണെങ്കിലും എൻ്റെ ദൈവം എൻ്റെ ദൈവം നടത്തിത്തരും. എൻ്റെ ദൈവം വലിപ്പവും ബലമുള്ള ശക്തിയായിരിക്കും, ജാതിയായിരിക്കും. എന്നാൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ദൈവം, ഹല്ലേലൂയ നമുക്കൊരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തില്ല. ദൈവത്തിന് നമ്മോടുള്ള വാഗ്ദത്തം എന്താ? ഹല്ലേലൂയ. ഈ ലോകത്തിൽ മാത്രമല്ല, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ നിത്യത കർത്താവ് വരും, മടങ്ങി വരും. ഹല്ലേലൂയ. തന്റെ ജനത്തെ ചേർക്കും. നമ്മൾ ആരും കൈവിടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് ഉണ്ടെങ്കിൽ രാത്രി സ്തോത്രം, ഏത് സമയത്ത് ദൈവം ചിലർ പറയുന്ന പോലെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല. എന്നാൽ മറ്റുള്ളവരും കൂടെ രക്ഷപ്പെടണം, ചിലരെ കൂടെ കർത്താവിലേക്ക് നേടണം. നമ്മോടുള്ള കർത്താവിന്റെ സ്നേഹമാണ്. പലപ്പോഴും വിചാരിക്കും, എന്താ ഈ വാഗ്ദത്തമൊക്കെ ദൈവം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ട് കർത്താവ് വന്നില്ല? ചിലരെ കൂടി ഈ ബസ്സിൽ ഒന്ന് കയറ്റണം, ചിലരെ കൂടി ഇതിനകത്തൊന്ന് കയറണം. കർത്താവിന്റെ സ്നേഹം എത്രയോ പെർസിക്യൂഷനായി അനുഭവിക്കുന്ന, പെർസിക്യൂട്ടഡ് ആയിട്ട് എത്രയോ പേര് നോർത്ത് ഇന്ത്യയിലൊക്കെ മരിക്കും. അവർ പലരും ചോദിക്കുന്നു, കർത്താവേ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, അവരുടെ ചില ഈ മരിച്ചവരുടെ ആത്മാക്കള് ഇരുന്നോണ്ട് വിളിച്ചു പോവാ, കർത്താവേ നിന്റെ ജഡ്ജ്മെന്റ് അയക്കാറായില്ലേ, അല്ലേ? നമ്മൾ വായിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തില്. കർത്താവേ, അതെ, അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കം നിലവിളിച്ചു. നമ്മളും വിചാരിക്കും, കർത്താവ് എന്തുകൊണ്ട് ഇതിനൊരു മറുപടി ഇല്ലയോ? ഈ ദൈവജനം, ദൈവദാസന്മാര് ഹല്ലേലൂയ എത്രയോ പേര് കൊല്ലപ്പെടുന്നു.
ആമേൻ, സ്തോത്രം. അവരുടെ എത്രയോ പേരുടെ രക്തം ഇരുന്ന് നിലവിളിക്കുക. എന്നാൽ കർത്താവിന് നമ്മോടുള്ള സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും ആമേൻ ദൈവത്തിന്റെ വരവ് ആമേൻ അവർ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഡിലേ ആക്കുക. കാരണം എങ്ങനെയെങ്കിലും കുറച്ചു പേരൂടെ ആമേൻ നിത്യതയ്ക്ക് വേണ്ടി അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളും അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ആമേൻ. താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ. അല്പകാലം കൂടെ, അത് എത്ര നാള് നമുക്കറിയത്തില്ല. ഇറ്റ് മേ ബി ടുനൈറ്റ്. എന്നാൽ ഇന്ന് രാത്രി കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവെ, ഹല്ലേലൂയ, കൈവിടപ്പെട്ടു പോകാൻ ഇടയാകല്ലേ. ഹല്ലേലൂയ. കർത്താവ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുള്ള വാഗ്ദത്വം ഒരു കണ്ണ് കണ്ടിട്ടില്ല. ദൈവം നമ്മെ ചേർക്കും. ഹല്ലേലൂയ. ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഈ ലോകത്തിലെ കാര്യമല്ല, നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരുക്കി യുഗായുഗങ്ങൾ. ഹല്ലേലൂയ. പ്രാണപ്രിയനോട് കൂടെ ഉള്ള ആ വാസം, ആ ഉയരത്തിലെ പെർസ്പെക്റ്റീവ് നമ്മുടെ ജീവിതത്തിൽ മങ്ങിപ്പോകാതെ ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹ വിശ്വസ്തയോടെ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. ഈ ലോകത്തിലെല്ലാം താൽക്കാലികം, നിത്യത കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മളോടുള്ള വാഗ്ദത്തം ചെയ്തവൻ നമ്മെ അവിടെ എത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. ആരൊക്കെ പോകും, എങ്ങനെയൊക്കെയാ കർത്താവ് വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, ഹൃദയം കഠിനപ്പെടാത്തവർ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതെ ദൈവവചനം ശ്രദ്ധിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഹല്ലേലൂയ നമ്മെ ചേർക്കുവാൻ ഹല്ലേലൂയ കർത്താവിന്റെ മണവാട്ടി സഭയായി നമ്മെ ഒരുക്കിയെടുക്കുന്ന ദിവസങ്ങളാണല്ലോ. കർത്താവിന്റെ സന്നിധിയിലെ വളരെ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഒന്നും ക്ഷീണം ഭവിക്കാതെ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയമുള്ളവരായി ആമേൻ, സ്തോത്രം. ഓരോ ദിവസം ദൈവം നമുക്ക് കൃപ തരും. കോറി ടെൻ ബൂം എന്ന് പറഞ്ഞ ആ ഒരു ദേവദാസിയുടെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്, പലരും കേട്ടിട്ടുണ്ടായിരിക്കും. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, എങ്ങനെ എനിക്കറിയത്തില്ല, എൻ്റെ ഹൃദയം ഇന്ന് ഞാനൊരു പരീക്ഷ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ എന്തെന്ന് പറയുന്നത് പെർസിക്യൂഷൻ കടന്നു വന്നാൽ, മലയാളത്തിൽ പറയുന്നത് പ്രതികൂലങ്ങൾ, പെർസിക്യൂഷൻ കടന്നു വന്നാൽ ഞാൻ നിൽക്കാൻ എന്തു പറയുന്നേ, പീഡനം കടന്നു വന്നാൽ എങ്ങനെ ഞാൻ നിൽക്കും? എനിക്ക് അതിനുള്ള കഴിവില്ല. ഇന്ന് ഞാനും പലപ്പോഴും ചിന്തിക്കും, ഈ ബീഹാറിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ ദൈവമേ, ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ഈ കൊല്ലുകയും ആസിഡ് ഒഴിക്കുകയും ചോപ്പ് ചെയ്യുകയും കൈയും കാലും ഒക്കെ വെട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവേ, എന്നെ കൊണ്ട് നിൽക്കാൻ ഒക്കുവോ? കർത്താവിനോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവെ, എനിക്ക് ആ ധൈര്യമുണ്ടോ? എനിക്ക് ആ ധൈര്യം എങ്ങനെയാ? അപ്പൊ കോറി ടെൻ ബൂം പുള്ളിക്കാരിയോട് അവന്റെ പപ്പ പറഞ്ഞത്, മോളെ, നീ ഇവിടുന്ന് യാത്ര ചെയ്ത് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴേ ആ ട്രെയിൻ ടിക്കറ്റിനുള്ള പൈസ ഞാൻ തരുന്നത്, ട്രെയിൻ ടിക്കറ്റ് മേടിക്കുന്ന അന്നേ ദിവസം നീ പോകുന്ന സമയത്താണ്. അപ്പൊ നിനക്ക് അന്നേരം മതി, അതിന് നേരത്തെ ഞാൻ ട്രെയിന് മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. എന്നാൽ അന്നേ നിനക്ക് വേണ്ട കൃപ നിനക്ക് തന്നോളും. ആമീൻ. ഓരോ ദിവസം ദൈവ പൈതലേ, നാം ഫേസ് ചെയ്യുന്ന ഓരോ അവസ്ഥകളും അറിയുന്ന ദൈവം തക്ക സമയത്ത് വേണ്ട കൃപ തന്നെ ദൈവം നടത്തുന്ന അവന്റെ സ്നേഹം ഓർക്കുമ്പോൾ, എങ്ങനെ കർത്താവിന്റെ സന്നിധിയില് ദൈവത്തിന്റെ കരുതൽ ഓർക്കുമ്പോൾ, അവന്റെ സ്നേഹം ഓർക്കുമ്പോൾ, തീച്ചോളെ പോലെ നമ്മൾ വിചാരിക്കും, കർത്താവെ, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന അഗ്നിശോധന പോലെ ഒരു അപൂർവ കാര്യം സംഭവിച്ചു പോയോ എന്ന് നീ ക്ഷീണിച്ചു പോകണ്ട. നീ സംഭവിച്ചു എന്ന് കരുതി നിങ്ങളെ ഹല്ലേലൂയ ഭയപ്പെട്ടു പോകരുത്, ഭ്രമിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നു കൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത്തെ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഒരു ദൈവവേദന്റെ പ്രത്യാശ എത്ര വലുതാ അല്ലേ? കഷ്ടങ്ങളില്ലാഞ്ഞിട്ടല്ല, എന്നാൽ തക്ക സമയത്ത് അവൻ കൃപ തന്നെ ദൈവജനത്തെ അവൻ നമ്മെ എത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവം. ഹല്ലേലൂയ. അവന്റെ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നന്ദിയപ്പാ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഓരോ ഹൃദയങ്ങളെ. ഇന്ന് രാത്രി നീ ബലപ്പെടുത്തണമേ കർത്താവേ. ഓരോട് നീ സംസാരിക്കണമേ. ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകിപ്പോകാതെ കലേബ് പറയുന്ന പോലെ, കാലേബോ അവൻ മറ്റൊരു സ്വഭാവമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. അവന് വേറൊരു സ്വഭാവമുള്ളവന്, അവൻ പൂർണ്ണമായി ദൈവത്തോട് പറ്റിയിരുന്നത് പോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും
യേശുവിന്റെ നാമത്തിലെ ഇരുളിന്റെ അവസ്ഥകളെല്ലാം ഈ രാത്രികാലം മാറിപ്പോകട്ടെ. സ്തോത്രം. വെളിച്ചം ഭയത്തിന്റെയും ഭീരുത്വത്തിന്റെയും കഠിനപ്പെടുത്തുവാൻ നോക്കുന്ന ദുഷ്ടപിശാചിന്റെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുവാൻ നോക്കുന്ന അവസ്ഥകളെ ഇരുളിന്റെ അവസ്ഥകളെല്ലാം എല്ലാ ഭവനങ്ങളിൽ നിന്ന് എല്ലാ ഹൃദയങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഓരോ ഭവനങ്ങളിലും ദൈവ സമാധാനത്താൽ എല്ലാ ഭവനങ്ങളും നിറയപ്പെടട്ടെ കർത്താവെ. നീ അല്ലാതെ ഞങ്ങൾക്ക് ഒരു നന്മയുമില്ല കർത്താവെ. സ്വന്തം ജീവൻ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമേ, ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിയാതെ ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി സകലവും നൽകി തരും. ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവിന് നന്ദി അപ്പാ. ഞങ്ങളോടുള്ള സ്നേഹത്തിനായി നന്ദി കർത്താവെ. ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അന്ത്യം വരെ ഞാൻ നടത്താം. Hallelujah. Yesterday, today, forever. ഇന്നലെയും ഇന്നും എന്നും മാറാത്ത ദൈവം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ മാറിപ്പോകുമ്പോൾ കുന്നുകൾ മാറിപ്പോകും, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, എങ്കിലും വിട്ടു മാറുകയില്ലെന്ന് കരുളി ചെയ്ത ദൈവത്തിന്റെ കരുണയ്ക്കായി നന്ദി അപ്പാ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ.